ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് 4 സുനനുകളുടെ ഇമാമുകളും ഇബ്നു ഹിബ്ബാൻ റളിയല്ലാഹു അൻഹുവും നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കാനത്ത് തഹ്തി ഇംറഅത്തുൻ ഉഹിബ്ബുഹാ, എൻ്റെ ഭാര്യയായി എൻ്റെ കീഴിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന എനിക്ക് പ്രിയങ്കനിയായ ഒരു മണവാട്ടിയുണ്ടായിരുന്നു. വകാന ഉമർ റളിയല്ലാഹു അൻഹു യക്റഹുഹാ, എൻ്റെ ബാപ്പ ഉമർ എന്നവർ അവളെ വെറുക്കുമായിരുന്നു. ഫഖാല ലീ ത്വല്ലിഖ്ഹാ, എൻ്റെ പ്രിയപ്പെട്ട പിതാവ് ഉമർ എന്നവർ റളിയല്ലാഹു അൻഹു എന്നോടൊരിക്കൽ പറഞ്ഞു, നിന്റെ മണവാട്ടിയെ നീ ത്വലാഖ് ചൊല്ലുക. ഫഅബൈതു, എൻ്റെ പിതാവിനോട് എൻ്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലാൻ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ വിസമ്മതിച്ചു. ഞാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് എൻ്റെ പിതാവ് ഫഅതാ ഉമർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫദക്കറ ലഹു ദാലിക, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസന്നിധിയിൽ ചെന്നുകൊണ്ട് എൻ്റെ കാര്യം അവതരിപ്പിച്ചു. ആരംഭ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട പിതാവിൽ നിന്നും കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞതിന് ശേഷം ഫഖാല ലീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് പറഞ്ഞു, ത്വല്ലിഖ്ഹാ, അല്ലയോ ഇബ്നു ഉമറേ, നിന്റെ മണവാട്ടിയെ നിന്റെ ഭാര്യയെ നീ ത്വലാഖ് ചൊല്ലുക എന്ന്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്നു ഉമറിനോട് നിർദ്ദേശിച്ച ഈ നിർദ്ദേശത്തിലൂടെ മാതാപിതാക്കളുടെ സ്ഥാനം എത്രത്തോളം വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കണം.